പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെങ്കിൽ നന്നായി പഠിക്കേണ്ട കാലം കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി ചോർത്തി കൊടുക്കാൻ കഴിയുന്ന സ്വകാര്യ ഓൺലൈൻ ട്യൂഷൻ സെന്ററുകളിൽ ചേർന്നാൽ മാത്രം മതി. അന്വേഷണം പ്രഖ്യാപിച്ചാലും ഓൺലൈനിൽ ഈ ട്യൂഷൻ സെന്ററുകൾക്ക് പൂട്ടിടാൻ പോലും ആർക്കും കഴിയുകയുമില്ല. MS സൊല്യൂഷനോ അവർ കോപ്പിയടിച്ചതാണെന്ന് അവകാശപ്പെടുന്ന സൈലമോ ട്യൂഷൻ കേന്ദ്രങ്ങളുടെ പേരുകൾ മാറിക്കോട്ടെ. എങ്ങനെയാണ്, എവിടെ നിന്നാണ്, ആര് വഴിയാണ് ഈ ചോദ്യപേപ്പറുകൾ ചോരുന്നത് എന്നതാണ് പ്രധാനം. സർക്കാർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൈമലർത്തിയാൽ അധ്യാപകർ, പ്രതിഷേധം കരക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ എതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഈ മാഫിയയെ മുഴുവൻ ഒതുക്കാനാകുമോ? ഇല്ലെങ്കിൽ CPM പ്രവർത്തകരും വിദ്യാഭ്യാസ വകുപ്പിലെ ഇടതുപക്ഷക്കാരും ട്യൂഷൻ സെന്ററുകളും ഉൾപ്പെടുന്നതാണ് ഈ മാഫിയ എന്ന പ്രചാരണവും പ്രതിഷേധവും കടുക്കുകയുള്ളൂ. ഇടതുപക്ഷത്തിന് മറുപടിയുണ്ടോ? പരിശോധിക്കുന്നു ഈ 1 മണിക്കൂർ. സ്വാഗതം. പാനലിൽ ചേർന്നു SFI കേന്ദ്ര കമ്മിറ്റി അംഗം E. അഫ്സൽ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, BJP നേതാവ് പ്രിന്റു മഹാദേവ്, ഒപ്പം സേവ് എഡ്യൂക്കേഷൻ ഭാരവാഹി M. ഷാജിർ ഖാൻ. ആദ്യം അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, സർക്കാർ അന്വേഷണത്തിന് 6 അംഗ സമിതിയെ നിയോഗിച്ചു. 1 മാസത്തിനകം റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുക്കണം എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അധ്യാപകരിലേക്ക് അന്വേഷണം പോകുന്നു. ഇന്ന് 7 പേരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. അത് 3 അധ്യാപകരുടെ, DO, AEO അവരുടെയൊക്കെ മൊഴിയെടുത്തിട്ടുണ്ട്. ആരോപണം വരുമ്പോൾ ഒറ്റയടിക്ക് എല്ലാ തലത്തിലേക്കും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു, മൊഴിയെടുപ്പ് നടക്കുന്നു. ഇതൊക്കെ അല്ലാതെ ഒരു ഭരണകൂടം ഇങ്ങനെ ഒരു ക്രമക്കേടിൽ എങ്ങനെയാണ് നടപടിയെടുക്കുക? എന്തിനാണ് പിന്നെ നിങ്ങളൊക്കെ ഈ രീതിയിൽ രാവിലെ തൊട്ട് പകൽ വരെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും സർക്കാരിനെയും ഒക്കെ ഭള്ളു പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ പ്രതിഷേധം നടത്തുന്നത്? നടപടി ഉണ്ടാകുന്നില്ലേ? അപർണ, നോക്കൂ, ഇത് കേവലം മുൻകൂർ ജാമ്യമെടുപ്പാണ്. ഞങ്ങൾ അഭിഭാഷകരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരാദ്യം പോയി ഒരു മുൻകൂർ ജാമ്യം അങ്ങെടുക്കും. ആ മുൻകൂർ ജാമ്യമെടുപ്പാണ് ഈ അന്വേഷണ പ്രഖ്യാപനം. അങ്ങനെ അല്ല എങ്കിൽ കഴിഞ്ഞ ഓണപരീക്ഷയുടെ കാലത്ത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അപർണ തന്നെ ഇൻട്രോയിൽ പറഞ്ഞ MS സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ MS സൊല്യൂഷനെതിരെ കഴിഞ്ഞ ഓണപരീക്ഷയുടെ കാലത്ത് ആരോപണം ഉയർന്നു വന്നു. അങ്ങനെ ആരോപണം ഉയർന്നു വന്നപ്പോ ഇന്ന് നമ്മളെയൊക്കെ കണ്ട വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം അഭ്യാസത്തിന്റെ മന്ത്രിയാണ് എന്നാണ് പൊതുവിൽ പറയുന്നത്, എന്താ വാട്ട് എവർ ഇറ്റ് ഈസ്, അദ്ദേഹം അന്ന് അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. കൊടുവള്ളി DO വളരെ കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന്മേൽ ക്രിസ്മസ് പരീക്ഷയുടെ കാലമായി ഇതുവരെ അടയിരിക്കുന്നതല്ലാതെ, അതിന്മേൽ കയറി അടയിരിക്കുന്നതല്ലാതെ ഒരു നടപടി പോലും ഈ വിദ്യാഭ്യാസ വകുപ്പോ ഈ വകുപ്പിന്റെ മന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട V. ശിവൻകുട്ടിയോ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ അന്വേഷണം വെറും പ്രഹസനം മാത്രമാണ്. കൃത്യമായി സർക്കാരിന്റെ വലിയ വീഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, നെറ്റ് എക്സാമിന്റെ പ്രശ്നമുണ്ടായപ്പോ ഇവിടെ ഉറഞ്ഞു തുള്ളിയ SFI ഇന്ന് എവിടെയാണുള്ളത്? നെറ്റ് എക്സാമിന്റെ പേപ്പറുകൾ ലീക്ക് ഔട്ടായി എന്നറിഞ്ഞപ്പോ ആകെപ്പാടെയുള്ള ഡൽഹിയിൽ 4-7 പേരെ SFIക്കാർ ഉള്ളെങ്കിലും അവരും സമരത്തിനുണ്ടായിരുന്നില്ലേ? ഞങ്ങളും സമരത്തിലുണ്ടായിരുന്നവരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ചോരുമ്പോ ഡൽഹിയിൽ ചോർന്നല്ലാതെ ഓഹോ എന്ന് പറയുന്ന പരിപാടി എന്തുകൊണ്ടാണ് SFI സ്വീകരിച്ചു പോരുന്നത്? ഇരട്ടത്താപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൃത്യമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചു വരുന്നത്. ന്യൂജൻ എഡ്യൂക്കേഷൻ എറയിൽ കുറെ ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ കടന്നു വരുന്നു. അവർ മുമ്പില്ലാത്തതിനേക്കാൾ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, കോവിഡ് കാലത്തും കോവിഡിന് ശേഷവും. നമുക്കറിയാമല്ലോ, അപർണയും ഞാനും ഒക്കെ റോട്ടിലൂടെ പോകുമ്പോൾ പണ്ട് നമ്മൾ കണ്ടിരുന്ന കട്ടിങ്സ് എന്തിന്റെ ആയിരുന്നു? പരസ്യങ്ങൾ എന്തിന്റെ ആയിരുന്നു? ചില ജുവലറിയുടെ, റെസ്റ്റോറന്റ് ഷോപ്പുകളുടെ ആയിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പ്രമാദമായി 2 എണ്ണത്തിനാണ്. ഒന്ന് ഏതെങ്കിലും എഡ്യൂക്കെയർ ആപ്പിന്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുടെ. അപ്പോ അത്രമാത്രം വലിയ വ്യവസായ സ്ഥാപനമുള്ള, അത്രമാത്രം വലിയ വ്യാകരണത്തിൽ വ്യവസായത്തിന് സാധ്യതയുള്ള മേഖലയായത് മാറി. നല്ല കാര്യമാണ്, അതിനെ നമ്മൾ അപമാനിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഗവൺമെന്റ് സാലറി പറ്റിയിട്ട് ഈ എഡ്യു ആപ്പുകളിൽ പോയി വർക്ക് ചെയ്യുന്ന ടീച്ചർമാരുണ്ട്. അതിൽ കൂടുതലും ഇടതുപക്ഷ സംഘടനയുടെ ഭാഗമാണ്. അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ഈ സർക്കാരിന്റെ മുട്ടുകാൽ ഇങ്ങനെ അങ്ങ് വിറയ്ക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ സംഘടനാ നേതാക്കൾ ചൂണ്ടുവിരൽ ചൂണ്ടിയാൽ അത് അതേപടി നോക്കി അതേപടി പ്രവർത്തിക്കുന്ന ആളാണ് വിദ്യാഭ്യാസ മന്ത്രി. ഈ സർക്കാരിന് പറ്റിപ്പോയത് എന്താന്ന് വെച്ചാൽ, തക്കാളിപ്പെട്ടിക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ പറ്റാത്തൊരു മന്ത്രിയെ ഗോദ്രേജ് പോയിട്ടുള്ള പെട്ടിക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി മന്ത്രിയാക്കി വെച്ചു ശിവൻകുട്ടിയെ. അതാണ് പറ്റിയത്. ഇന്ന് മന്ത്രി പറയുകയാണ് കേട്ടോ വലിയ വാക്കില്, അന്വേഷണത്തിന് ചില രഹസ്യാത്മകതയൊക്കെ ഉണ്ട്. ആ രഹസ്യാത്മകത ഉള്ളത് കൊണ്ട് അന്വേഷണത്തിന്റെ കാര്യങ്ങൾ വെളിയിൽ വിടാൻ പറ്റില്ല പൂർണ്ണാർത്ഥത്തിൽ എന്നാണ് പറഞ്ഞത്.
നോക്കൂ, ചോദ്യപേപ്പറിന്റെ രഹസ്യാത്മകത സംരക്ഷിക്കാൻ പറ്റാത്ത, ചോദ്യപേപ്പറിന്റെ രഹസ്യം മുഴുവൻ നാട്ടിൽ പാട്ടാക്കി പരസ്യമാക്കിയ മന്ത്രിയുടെ വകുപ്പും പറയാണ് അന്വേഷണത്തിന് ചില രഹസ്യാത്മകത ഉണ്ടെന്ന്. സമ്പൂർണമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ചയാണ്. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി രാജിവെച്ച് കൃത്യമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ വകുപ്പിന്റെ കീഴിലുള്ള മന്ത്രിയുടെ സെക്രട്ടറിയുടെ തലത്തിൽ തൊട്ട് താഴോട്ട് ഏറ്റവും ഒടുക്കം ഏത് അധ്യാപകനാണോ എത്തിപ്പെടുന്നത് അവർ വരെ അന്വേഷണത്തിന്റെ വിധേയമായി. ഇതിന്റെ പിന്നിലുള്ള കൃത്യമായ സോഴ്സ്, കൃത്യമായ മാഫിയ കണ്ണി അത് ആരാണ് എന്ന് കണ്ടെത്തുന്നതോളം വരെ ആ അന്വേഷണം നീളണം. അങ്ങനെ നീളണമെങ്കിൽ ഈ സർക്കാരിന്റെ കീഴിലുള്ള ഒരന്വേഷണത്തിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാര്യം ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് സംഘടനാ നേതാക്കളാണ്. അവർ തന്നെയാണ് ഇതിൽ പ്രതിചേരാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം. പ്രിന്റു മഹാദേവ്, പ്രതിപക്ഷം ആ തരത്തിൽ സമരം നടത്തുന്നു, KSU സമരം നടത്തുന്നു, ABVPയും സമരത്തിൽ തന്നെയാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളിലുള്ള അധ്യാപകർ MS സൊല്യൂഷൻ അടക്കമുള്ള യൂട്യൂബ് ചാനൽസുമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാനും പോകുന്നു. നിങ്ങൾ ഈ സർക്കാരിനെയും വകുപ്പിനെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് സമരം ചെയ്തിട്ട് എന്താണ് കാര്യം? നീറ്റ് വിഷയത്തിനകത്ത് വലിയ വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തല്ലല്ലോ കുറ്റം. ഇതൊക്കെ അന്വേഷണത്തിന് വഴിക്ക് നടക്കാനൊക്കെ ഒരു സമയം കൊടുക്കണ്ടേ? അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ടൈറ്റിലിനകത്ത് കൃത്യമായി പറയുന്നുണ്ടല്ലോ, കള്ളൻ കപ്പലിൽ തന്നെ മാത്രമല്ല, കപ്പലിന് കാവലിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. കൃത്യമായിട്ട് നമുക്കറിയാം. ഇത് 24 മണിക്കൂർ കൊണ്ട് ഇത് ആരാണ് നടത്തിയതെന്ന് അന്വേഷിച്ച് കണ്ടെത്താനുള്ള സമയം മാത്രമേ വിദ്യാഭ്യാസ വകുപ്പിനും ഇവിടുത്തെ പോലീസ് സംവിധാനത്തിനും ഉള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമായിട്ടാണ് മുന്നോട്ട് സർക്കാർ പോകുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് SSK ആണ്. സ്വാഭാവികമായിട്ട് SSKക്ക് അകത്ത് വരുന്ന അധ്യാപകർ ആരാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. രണ്ടാമത് 7ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന SCERT ആണ്. SCERT അകത്ത് കൃത്യമായിട്ട് ഏത് തരത്തിലുള്ള അധ്യാപകരാണ് അതിനകത്ത് ചുമതലയിൽ വരികയും അതിനകത്ത് അക്കാദമിക് ഫാക്കൽറ്റി ആയിട്ട് ഉണ്ടാവുന്ന കേരളത്തിലെ എല്ലാവർക്കും പകൽ പോലെ നമുക്കറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ആളുകളാണ് ഈ ചോദ്യപേപ്പർ ചോർത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ശിവൻകുട്ടിക്ക് തുടക്കത്തിൽ കണ്ട ജാഗ്രതയോ അല്ലെങ്കിൽ നേരിട്ട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി നേരിട്ട് DGPയെ കാണുന്നു, 24 മണിക്കൂറിനകം പ്രതികളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് വലിയ വീമ്പളക്കി. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് 1 മാസത്തിനകം ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും, ഇതൊരു രഹസ്യാത്മകമായ സ്വഭാവം വേണമെന്നൊക്കെ പറയാനുള്ള കാരണം കള്ളന്മാരെ കൃത്യമായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന് അറിയാം. ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ആളുകളും ഇവിടുത്തെ കോർപ്പറേറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ കോർപ്പറേറ്റ് മൂലധനം ഇറക്കിയിട്ടുള്ള ഒരു സ്വകാര്യ ട്യൂഷൻ ഏജൻസികളുണ്ട്. അവരുള്ള അവിശുദ്ധ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ ചോദ്യപേപ്പർ ചോർക്കുന്നത്. ഇത് പാദവാർഷിക പരീക്ഷയിൽ ഉണ്ടായിരുന്നു. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും നടത്തിയില്ല. ഇപ്പൊ ക്രിസ്മസ് പരീക്ഷയുടെയും ചോദ്യപേപ്പർ +1ന്റെയും അതോടൊപ്പം 10ാം ക്ലാസ്സിലെയും ചോദ്യപേപ്പർ ഇവിടെ ചോരുന്നു. സ്വാഭാവികമായിട്ട് ഇത് കണ്ടെത്തേണ്ട വിദ്യാഭ്യാസ മന്ത്രി മൗനത്തിലാണ്. അദ്ദേഹം കൃത്യമായി ജാഗ്രത കാണിക്കുന്നില്ല. അദ്ദേഹത്തിന് അറിയാം ഇത് കൃത്യമായിട്ട് ഈ ഇടതുപക്ഷ സംഘടനകളും ഇടതുപക്ഷ ഫാക്കൽറ്റികളും ഇവിടുത്തെ കോർപ്പറേറ്റുകളുമായിട്ടുള്ള പ്രത്യേകിച്ച് മൂലധന ഏജൻസികൾ ഇവിടെ കേരളത്തിൽ വ്യാപകമായിട്ട് ട്യൂഷൻ മേഖലയിൽ പ്രത്യേകിച്ച് സമരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സൈലം ആയിക്കോട്ടെ, MS സൊല്യൂഷൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള വൻകിട കമ്പനികളുമായിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അധ്യാപകരുടെ അവിശുദ്ധ ബന്ധമാണ്. ആ അവിശുദ്ധ ബന്ധത്തിന് കൂടുതൽ നിൽക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ ഈ സംസ്ഥാന കലോത്സവങ്ങൾ നോക്കുക. സംസ്ഥാന കലോത്സവങ്ങളുടെ സ്പോൺസർ ആയിട്ട് വരുന്നത് ആരാണ്? ഒരു കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ സ്പോൺസർഷിപ്പ് കണ്ടിരുന്നില്ല. ഇപ്പോൾ ഇവിടെ മുഴുവൻ ഡിസ്പ്ലേയിൽ സംസ്ഥാന കലോത്സവം ആയിക്കോട്ടെ, ജില്ലാ കലോത്സവം ആയിക്കോട്ടെ, സംസ്ഥാന സ്പോർട്സ് മീറ്റ് ആയിക്കോട്ടെ, മുഴുവൻ വൻകിട കോർപ്പറേറ്റ് കുത്തകകളായിട്ടുള്ള ട്യൂഷൻ മേഖലയിലെ വലിയ സംരംഭകരാണ് ഇതിന്റെയൊക്കെ കുത്തകകളായിട്ടുള്ള ആളുകൾ സ്പോൺസർമാരായി വരുന്നത്. സ്വാഭാവികമായിട്ട് സർക്കാരിന് ഇത്തരം സ്പോൺസേഡ് ആയിട്ടുള്ള ആളുകളോടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റിന് പുറത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാവി വെച്ചിട്ടാണ് സർക്കാർ സത്യത്തിൽ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസം തകർക്കാനും വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമവുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. കാരണം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നുള്ള സർക്കാരിന് ആസൂത്രിതമായിട്ട് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് പലതരത്തിലുള്ള നയങ്ങളും അവർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയെ കുറ്റമൊന്നും പറയുന്നില്ല. കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ മേഖലയെ കൈകാര്യം ചെയ്യാൻ ആണോ കേരളത്തിനുള്ളത്? അത് പൊതുസമൂഹം പലതവണ ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തെ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള ആളെ വിദ്യാഭ്യാസ മന്ത്രി വെക്കാനുള്ള കാരണം? അത് പൊതു താല്പര്യമാണ്. അത് കുത്തകളുമായിട്ട് കൃത്യമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. ആ സർക്കാരിന് ചൂട്ടുപിടിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇതിനകത്ത് കൃത്യമായിട്ട് യാതൊരു തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഞങ്ങൾക്ക് കരുതുന്നില്ല. കാരണം ഇതിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. കാരണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ആഫ്റ്റർ കോവിഡിന് ശേഷം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമാനുഗതമായി കൂടുന്നുണ്ട്. ആ കൂടുന്നത് ഇവിടുത്തെ
CBSE, ICSE പോലെയുള്ള വിദ്യാലയങ്ങൾക്ക് ഒരു പ്രശ്നമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പൊതുവിദ്യാലയത്തിന്റെ നന്മകളെ തകർക്കുക എന്നുള്ളത് ഒരു അജണ്ടയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള MS സൊല്യൂഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഇവിടുത്തെ കച്ചവട മുതലാളിമാർക്കും വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസത്തെ കച്ചവട ചരക്കാക്കുകയാണ് ഇടതുപക്ഷവും അവിടുത്തെ പ്രസ്ഥാനങ്ങളും ചെയ്യുന്നത്. അതിന്റെ തിക്തഫലമായിട്ടാണ് ഇന്ന് വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസ സമൂഹം, ഒരുപക്ഷെ നമുക്കറിയാമല്ലോ, ഈ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാൻ തുടങ്ങിയ ഇടതുപക്ഷമാണ്. അത് EPP കാലഘട്ടം മുതൽ തുടങ്ങി ഇപ്പൊ 2024 നിൽക്കുന്ന സമയത്തും പൊതുവിദ്യാലയങ്ങളെ തകർക്കാൻ വേണ്ടി കെട്ടിയിറക്കിയ ഒരു സർക്കാരായിട്ടാണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ പൊതുവിദ്യാലയങ്ങളുടെ പൊതുവായിട്ടുള്ള ഗുണമേന്മ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ PM ശ്രീ പദ്ധതി കൊണ്ടുവന്നത്. നമ്മൾ മനസ്സിലാക്കണം, PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് തലത്തിൽ 2 വിദ്യാലയങ്ങളെ 1 കോടിയിൽ പരം രൂപ കൊടുത്തുകൊണ്ട് മോഡൽ വിദ്യാലയങ്ങളാക്കാനുള്ള ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഫോട്ടോ അതിൽ പതിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് തലത്തിൽ 2 മോഡലുകളാക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയത് ഈ ഇടതുപക്ഷ സർക്കാരാണ്. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് അജണ്ടയുണ്ട്. അപ്പൊ അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് അതിന്റെ പണത്തിന്റെ പങ്കുപറ്റുന്ന അധ്യാപക സംഘടനകളും അതിന് ഒത്താശ പാടുന്ന സർക്കാരും ഇവിടത്തെ പൊതുവിദ്യാഭ്യാസത്തെ കുത്തക ഞാൻ തിരികെ എത്താം. ശ്രീ M. ഷാജഹാനും നമുക്കൊപ്പം ചേരുന്നു. അധ്യാപകരുടെ മൊഴിയും എടുക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല, ഇതിപ്പോ സൈബർ ലോകമായതുകൊണ്ട് അത് ഓൺലൈൻ ട്യൂഷൻ സെന്ററുകൾ, ഇതിനു മുൻപും എത്രയോ കാലങ്ങൾക്കൊക്കെ മുൻപ് ഇതുപോലെ പേപ്പർ ചോർച്ച വരുമ്പോൾ അല്ലാത്ത ട്യൂഷൻ സെന്ററുകൾക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണങ്ങളും വാർത്തകളൊക്കെ പണ്ടും വന്നിട്ടുണ്ട്. അതിൽ അന്വേഷണം നടക്കുന്നു. ഈ ഏതെങ്കിലും അധ്യാപകർ ആ തരത്തിൽ ചോർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിലേക്കും അന്വേഷണം കടക്കും. അതുകൊണ്ടാണ് മൊഴിയെടുപ്പൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്നത് എന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. സർക്കാരിനെയും വകുപ്പിനെയും ഇതിനകത്ത് കാടടച്ച് വെടിവെച്ച് കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇതിൽ മൊഴിയെടുപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അറിയാതെ ചോദ്യപേപ്പർ ചോർത്താനാവില്ലല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലാണെങ്കിലും ശരി, ഇപ്പോൾ അതിൻ്റെ ഒരു ക്രമാനുഗതമായ തകർച്ച, അത് സിലബസിൽ, പരീക്ഷയിൽ, അതിൻ്റെ നടത്തിപ്പിൽ. ഇപ്പോൾ ഈ നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് സിലബസിൻ്റെയും കരിക്കുലത്തിൻ്റെയും പഠന സമ്പ്രദായത്തിൻ്റെയും എല്ലാം ഒരു അന്തിമമായ ഒരു മൂല്യനിർണ്ണയ സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ മൂല്യനിർണ്ണയ സമ്പ്രദായം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ഒരു 1-2 പതിറ്റാണ്ട് കാലമായി ഓൾ പ്രൊമോഷനാണ്. 1-ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി പഠിച്ചാലും ഇല്ലെങ്കിലും 10-ാം ക്ലാസ് കടന്നു പോകും എന്ന് പറയുന്ന ഒരു ഓൾ പ്രൊമോഷൻ സിസ്റ്റം കേരളം ഫോളോ ചെയ്യുകയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിൽ തന്നെ അതിനെതിരായ വിമർശനങ്ങൾ വന്നു, അത് മാറ്റണമെന്ന നിലപാടെടുത്തു. പക്ഷേ കേരള ഗവൺമെൻറ് അത് മാറ്റിയില്ല. എന്നാൽ ഇപ്പോൾ എഴുത്തും വായനയും അറിയാത്ത കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നത് ഒരു വലിയ ഭീഷണിയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഒരു പൊതുവിദ്യാഭ്യാസ നിലവാര തകർച്ചയാണ്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് 8-ാം ക്ലാസ്സിൽ മാത്രമാണ് കേട്ടോ, 9-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും ഒക്കെ വരുന്നേ ഉള്ളൂ, അവിടെ ഒരു സബ്ജക്റ്റ് മിനിമം കൊണ്ടുവരാം എന്ന് തീരുമാനിക്കുന്നത്. അത് ഈ അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോരുന്നത്? ആരാണിത് ചോർത്തി കൊടുക്കുന്നത്? ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സമഗ്ര ശിക്ഷ കേരളയാണല്ലോ ഇതിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ സമഗ്ര ശിക്ഷ കേരളയാണ് ഉത്തരം പറയേണ്ടത്. അപ്പോൾ സമഗ്ര ശിക്ഷ കേരളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്? 8-ാം ക്ലാസ് വരെയുള്ള 9, 10, 11, 12 പിന്നീടുള്ള ക്ലാസ്സിൽ ഡയറ്റാണ് തയ്യാറാക്കുന്നത്. ഹയർ സെക്കൻഡറി സംബന്ധിച്ചിടത്തോളം നേരത്തെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റാണ് ചോദ്യപേപ്പർ തയ്യാറാക്കേണ്ടത്. അങ്ങനെ ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ് നിലവിലുണ്ട്, മറന്നുപോകരുത്. പക്ഷേ അങ്ങനെ നിൽക്കവേ തന്നെ ഇപ്പോൾ ഈ ചോദ്യപേപ്പറുകൾ വേറെ ഏജൻസികൾ തയ്യാറാക്കുന്നു. അത് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. അവരത് പ്രാദേശികമായിട്ടുള്ള MS സൊല്യൂഷൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികൾക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾക്ക് ചോർത്തി കൊടുക്കുന്നു. അവരത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നു. അതൊരു ബിസിനസ്സായിട്ട് വിദ്യാഭ്യാസത്തെ സമ്പൂർണ്ണമായി ഒരു വിദ്യാഭ്യാസ കച്ചവടമാക്കി മാറ്റുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ചോദ്യപേപ്പർ ചോർച്ച എന്നൊക്കെ ഉള്ളത് വാസ്തവത്തിൽ കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ അത് വളരെ അങ്ങനെ ഒരു വിദ്യാഭ്യാസ ഇടപെട്ട് ഈ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ ചോർത്തി കൊടുത്താൽ നമുക്ക് സർക്കാരിനെതിരെ എങ്ങനെ വടിയെടുക്കാൻ സാധിക്കും? അന്വേഷണം നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഔട്ട്സോഴ്സ് കൊടുക്കുന്ന ഏജൻസിക്കെതിരെ നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പോൾ നേരത്തെ 2014-15 വരെ SCRT ആണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയിരുന്നത്. അത് മാറ്റി എന്തിനാണ് SSK ഏൽപ്പിച്ചത്? ആ ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. എന്തിനാണ് ഈ പറയുന്ന മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്? നേരത്തെ കേന്ദ്രീകൃതമായി വളരെ അതിൻ്റെ ഒരു വിശ്വാസ്യത, പരീക്ഷയുടെ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയുടെ വിശ്വാസ്യത നിലനിൽക്കേണ്ടത് പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തുന്നതിന് തുല്യമായിട്ടുള്ളൊരു നടപടിയാണ്. അപ്പോൾ പരീക്ഷയുടെ വിശ്വാസ്യത പോയാൽ പിന്നെ പൊതുവിദ്യാഭ്യാസത്തിൽ ആൾ പോകില്ലല്ലോ. അതൊന്ന്. 2, ഓൾ പ്രൊമോഷൻ മതി എന്ന് വാദിക്കുന്ന KSTI പോലെയുള്ള സംഘടനാ നേതാക്കളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന SSKയുടെയും ഡയറ്റിൻ്റെയും ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൻ്റെയും അതിൻ്റെ വിതരണത്തിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പൊതുവിൽ ഇത്തരം കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന നേതാക്കൾ എന്ന് പറയുന്നത് അവരാണ്.
അപ്പോൾ യഥാർത്ഥത്തിൽ ഉത്തരവാദികൾ അവരാണ്. ഇപ്പോൾ ഏത് ഏജൻസി അന്വേഷിച്ചാലും, അത് പോലീസ് ആകട്ടെ, CBI ആകട്ടെ, ക്രൈംബ്രാഞ്ച് ആകട്ടെ, ആരും അന്വേഷിച്ചോട്ടെ, അതൊരു കുറ്റകൃത്യമാണെങ്കിൽ ആ കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന അന്വേഷണം അന്തിമമായി എത്തിച്ചേരുക ഈ പറയുന്ന സംഘടനാ നേതാക്കളിലാണ്, അതായത് രാഷ്ട്രീയ നേതാക്കളിലാണ്. രാഷ്ട്രീയം ഉണ്ടല്ലോ അതിനകത്ത്, ഈ അധ്യാപക സംഘടനാ നേതാക്കൾ എന്ന് പറയുമ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി വരാൻ സംസ്ഥാന ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും അനുവദിക്കുമോ? അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയട്ടെ, കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ സമയത്ത് ചോദ്യപേപ്പർ ചോർന്നല്ലോ, അതിനെ സംബന്ധിക്കുന്ന വ്യക്തമായ ഒരു അന്വേഷണം നടന്നല്ലോ. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് താമരശ്ശേരി DEOയ്ക്ക് സമർപ്പിക്കുന്നു. താമരശ്ശേരി DEO അതിനെ അടിസ്ഥാനപ്പെടുത്തി DPIക്ക് സമർപ്പിക്കുന്നു. ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഒരു അന്വേഷണം നടത്തിയില്ല, എങ്ങും എത്തിയില്ല. അപ്പം ഇത് ആദ്യമായി സംഭവിക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ ഈ പറയുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ MS സൊല്യൂഷൻ എന്ന് പറയുന്ന പ്രത്യേക യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ച് മാത്രം ചർച്ച ചെയ്താൽ പോലും, വേറെയുമുണ്ട്, അത് മാത്രം ചർച്ച ചെയ്താൽ പോലും അവർക്കെതിരെ എന്തുകൊണ്ട് നടപടി വന്നില്ല എന്നതിന് ഉത്തരം ആര് പറയും? അപ്പോൾ അത് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരം പറയണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ വകുപ്പാണ്. ഈ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ ചുമതലപ്പെട്ട SSK എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് സമാന്തര ഏജൻസിയാണത്, അവരാണ് അതിന് ഉത്തരം പറയേണ്ടത്. അപ്പോൾ അഥവാ അവർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന അധ്യാപക സംഘടനാ നേതാക്കളാണ്. അപ്പോൾ ഇതൊരു വിഷ്വൽ സർക്കിളാണ്, അതൊരു നെറ്റ്വർക്കാണ്. അത് സ്വകാര്യ ഏജൻസി ശൃംഖലയുമായി അവർക്ക് ബന്ധമുണ്ടാകുന്നു. അവിടെയാണ് പ്രശ്നം. ആ വിഷ്വൽ സർക്കിളിനെ തകർക്കാതെ നമുക്ക് ഇതിന്റെ സുതാര്യത, അതിന്റെ അതാണോ ഈ കോക്കസ്? അതായത് SSK അല്ലെങ്കിൽ KSTL നിന്ന് SSL നീളുന്ന ആ കോക്കസ്, അത് പിന്നെ MS സൊല്യൂഷൻസ് ആവാം, മറ്റു ട്യൂഷൻ സെന്റർ ആവാം, ആ കോക്കസാണ്. അതായത് വിദ്യാഭ്യാസ വകുപ്പിലുള്ള ഇടതുപക്ഷ പ്രവർത്തകർ. അവർ ഇടതുപക്ഷം എന്ന് വിളിക്കണമെന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഞാൻ പറയുന്നത് ഇതിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന ഭരണപക്ഷ അനുകൂല സംഘടനയായിട്ടുള്ള KST നേതാക്കന്മാരാണ് മിക്കവാറും നമ്മളിപ്പോൾ പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇടതുപക്ഷം എന്ന് വിളിക്കണ്ടേ? ഞാൻ എന്തായാലും അവരങ്ങനെ വിളിക്കാൻ, ശരി, ഇടതുപക്ഷം എന്ന് വിളിച്ചോളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഭരണപക്ഷം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികൾ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതാണോ? ഇപ്പോൾ ഇത് ആദ്യമായിട്ടുണ്ടാകുന്നതല്ല, ഇത് നേരത്തെയും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വളരെ പ്രകടമാകുന്നു. ഇപ്പോൾ അത് പരസ്യമായി, ഇപ്പോൾ മുൻകൂട്ടി, ഇപ്പോൾ ഞാൻ പറയട്ടെ, ക്രമം നമ്പർ പോലും തെറ്റാതെ 70-80% ചോദ്യങ്ങൾ ഒരു ഏജൻസിക്ക് ഒരു യൂട്യൂബ് ചാനൽ വഴി നടത്തുന്നവർക്ക് കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അവർ പറയുന്ന, അവർ പ്രവചന തുല്യം പറയുന്നതാണ്. അവർ നേരത്തെ തന്നെ കഴിഞ്ഞ 4-5 വർഷത്തെ ചോദ്യപേപ്പറുകളെ അടിസ്ഥാനപ്പെടുത്തി അവർ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രവചനമാണത്രേ. ആ പ്രവചനം എങ്ങനെയാണ് ബ്ലൂ പ്രിൻറ്റ് പോലെ അടുത്ത വരാൻ പോകുന്ന പരീക്ഷയുടെ കൃത്യം ക്രമനമ്പരിട്ട് കൊടുക്കാൻ പറ്റുന്നത്? അത് സംഭവിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ പറയുന്ന ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരും അത് വിതരണം നടത്തുന്നവരും ഇതിന് ബന്ധമുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതും ഈ പറയുന്ന പാദവാർഷിക പരീക്ഷ പോലെയുള്ള സ്കൂൾ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷ 1-ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി പഠിച്ചാലും ഇല്ലെങ്കിലും പാസ്സാകുമെന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ നയം അനുവർത്തിക്കുന്ന ഒരു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഈ വിദ്യാഭ്യാസത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ആ വിദ്യാഭ്യാസ വകുപ്പ് എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർത്താൻ ഈ പറയുന്ന ചില ഏതോ കുൽസിത ഏജൻസികൾ വഴി ശ്രമിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് വിറ്റ് കാശാക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടിന് നിൽക്കുന്നു എന്ന് പറയുന്നത് അത് സങ്കല്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് പുറത്തു വരുന്നു. പക്ഷേ പുറത്ത് വരുമ്പോൾ പോലും അതിനകത്തൊരു നടപടി ഉണ്ടാകുന്നില്ല. നടപടി ഉണ്ടാകും എന്നവർ പറയുന്നതല്ലാതെ ഒരു നടപടി ഉണ്ടാകുന്നില്ല. അതങ്ങനെ തുടരാൻ. ഓക്കെ, യെസ്, തീർച്ചയായും. ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററുകൾക്ക് എങ്ങനെ പൂട്ടിടാൻ കഴിയും സാങ്കേതികപരമായി എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. വളരെ പെട്ടെന്ന് തിരികെത്താം. SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം അഫ്സലും ചേരും നമുക്കൊപ്പം. വളരെ പെട്ടെന്ന് തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകും എന്നുകൂടി പ്രതീക്ഷിക്കുന്നു. ചെറിയ ഇടവേളയിലേക്ക്. അഡ്വക്കേറ്റ് വസന്ത തെങ്ങുംപള്ളി, ട്യൂഷൻ സെന്ററിന്റെ ഈ വിവാദത്തിലായിരിക്കുന്ന ട്യൂഷൻ സെന്ററിന്റെ അഭിഭാഷക കോഴിക്കോട്ടെ CPM നേതാവിന്റെ ഭാര്യ. അതുകൊണ്ട് ഇതെല്ലാം ഒരു ഇടതുപക്ഷ മാഫിയാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്യൂഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് അവർ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ MS സൊല്യൂഷൻ പറയുന്നത് ഞങ്ങൾ സൈലത്തിൻ്റെ ചോദ്യങ്ങൾ കോപ്പി അടിക്കുകയാണ് ചെയ്തത്. അതായത് ഒരു ട്യൂഷൻ സെന്ററിൽ നിൽക്കുന്ന വിഷയമല്ല, ഇതൊക്കെ പല പഴയ ചോദ്യപേപ്പറുകളിൽ നിന്ന് തയ്യാറെടുക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ സോർട്ട് ചെയ്ത് വരുന്നതാണ്, പ്രവചിക്കപ്പെടുന്നതാണ് എന്ന് പറയുന്നിടത്ത് ഒരു ട്യൂഷൻ സെന്ററിൻ്റെ പേരല്ല ഉള്ളത്. കാടടച്ച് അങ്ങനെ ഒരു ഇടതുപക്ഷ ബന്ധമൊക്കെ ആരോപിച്ചുകൊണ്ട് പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? അതിൽ വല്ല അർത്ഥം ഉണ്ടാവുമോ? അല്ല, പറ്റും അപർണ. കാര്യം അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായി ഇപ്പൊ അപർണ പറഞ്ഞല്ലോ, ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. നമ്മളും പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാറുണ്ടായിരുന്നല്ലോ. കാര്യം എന്താ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ ചോർത്തപ്പെട്ടു എന്ന് നമ്മൾ ആരോപിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ
കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഇതുവരെ വന്നിട്ടില്ലാത്ത ചോദ്യം ശൈലം കൃത്യമായി പ്രവചിച്ചു. അന്ന് രാവിലെ ഇതാ സൂപ്പർ എക്സ്പെക്ടേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന രീതിയിൽ ശൈലം കൃത്യമായി പ്രവചിച്ചത് 10 വർഷക്കാലത്തിനിടയിൽ ഇതുവരെ വരാത്ത ഒരെണ്ണമാണ്. 2, ഈ MS സൊല്യൂഷൻസ് അവർക്കെതിരെ കേസ് വരുന്നു, വിവാദം വരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ അതേ MS സൊല്യൂഷൻസ് വീണ്ടും വീഡിയോ ചെയ്യാണ്, ലൈവ് ചെയ്യുകയാണ്. 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലൈവ്. ആ ലൈവിൽ പറയാണ് ഇതാ ഇന്ന ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് വീണ്ടും പറയാണ്. നോക്കൂ, ഓണ പരീക്ഷാ കാലത്ത് കൊടിവള്ളി DO കൃത്യമായ റിപ്പോർട്ട് കൊടുത്ത MS സൊല്യൂഷനെതിരെ അന്ന് കേസ് എടുത്തിരുന്നെങ്കിൽ, അന്ന് നടപടി എടുക്കാൻ ഈ വിദ്യാഭ്യാസ വകുപ്പിന് ആർജവം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ MS സൊല്യൂഷൻ ഇന്ന് ഈ ആരോപണ നിലയിലേക്ക് വരില്ല. എന്തുകൊണ്ടാണ്? ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നു MS സൊല്യൂഷനെതിരെ ഓണ പരീക്ഷ കാലത്ത്, അവർക്കെതിരെ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണത്തിൽ അവർക്കെതിരായ റിപ്പോർട്ട് കൊടുവള്ളി DO വിദ്യാഭ്യാസ വകുപ്പിനെ ഏൽപ്പിക്കുന്നു. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. അപ്പോൾ MS സൊല്യൂഷന് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുകയാണ് സർക്കാർ എന്ന് അവർ മനസ്സിലാക്കിയാണ് MS സൊല്യൂഷൻ. അതിനുശേഷം ഡിസംബറിൽ അവർ ഇതാ 99% ആക്യുറസിയോടുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ പ്രവചിക്കുകയാണ്. പ്രവചനം എങ്ങനെയാണെന്നറിയുമോ? ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ നമ്പർ ഇട്ട് പറയുകയല്ല ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ നമ്പർ ഇട്ട് തന്നെ പറയുന്നു. അതായത് എക്സാക്ട് സിറോക്സ് കോപ്പി അങ്ങനെ കൃത്യമായി പ്രവചിക്കുകയാണ്. അങ്ങനെ പ്രവചിച്ചപ്പോ ഇതേ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ മുമ്പിൽ വന്ന് പറയുന്നു, രഹസ്യാത്മക അന്വേഷണം, ദ്രുതഗതിയിലുള്ള അന്വേഷണം, ഞങ്ങൾ ഇതാ എല്ലാ കാടടച്ച് എല്ലാ മാനിനെയും പിടിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രി അത് പറഞ്ഞ് നേരത്തോട് നേരം കഴിയുന്നതിന് മുമ്പ് അതേ MS സൊല്യൂഷൻ ആരോപണ നിലയിൽ നിൽക്കുന്നവർ വീഡിയോ ചെയ്യുന്നു യൂട്യൂബിൽ. എന്ത് ധൈര്യമാണ് ഇവർക്കുള്ളത്? അവർക്കുള്ള ധൈര്യം ഞാൻ നേരത്തെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, M ഷാജർഖാൻ പറഞ്ഞതുപോലെ, ഇടത് സംഘടനാ നേതാക്കളാണ് ഈ മാഫിയയുടെ തലപ്പത്തിരിക്കുന്നത്. അവർ പറയുകയാണ്, നോക്കൂ അവിടെ ശിവൻകുട്ടി അങ്ങനെയുണ്ട്, ശിവൻകുട്ടി അങ്ങനെ വാർത്താ സമ്മേളനത്തിൽ പലതും പറയും. നിങ്ങളതൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടോ, നിങ്ങൾ അതിൻ്റെ അകത്ത് വേജാറൊന്നും വേണ്ട, അതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ടേ, നിങ്ങൾ വീഡിയോ ചെയ്തോളൂ എന്ന് ഈ ധൈര്യം കൊടുക്കുന്നത് ഈ അല്ല വസന്ത്, ഒറ്റ കാര്യം വസന്ത്, ഈ ഇതിപ്പോ മെറ്റയെ സമീപിച്ചിരിക്കുന്നു. ഈ മുമ്പാണെങ്കിൽ നമുക്ക് ആ ട്യൂഷൻ സെന്റർ പൂട്ടാം, അല്ലെങ്കിൽ അന്വേഷിക്കാം. ഇത് സൈബർ യുഗമാണ്. ഇത് ഓൺലൈനിൽ പൂട്ടിടുക എന്നുള്ളത് പ്രാക്ടിക്കലി എങ്ങനെ നടക്കും? അല്ല, അത് വെറും ടെക്നിക്കൽ വാദം മാത്രമാണ്. ഒന്ന്, ഫേസ്ബുക്കിനെ സമീപിച്ചാൽ, പോലീസിനെ സമീപിച്ചാൽ പോലും മിനിമം 1 മാസം എടുക്കും അവർ റിപ്പോർട്ട് തിരിച്ചു നൽകാൻ. ഒന്ന്, ഫേസ്ബുക്കിന്റെ ഇന്ത്യയിലേക്ക് നമ്മൾ സമീപിക്കണം. അതിനുശേഷം അതിന്റെ റിപ്പോർട്ട് അവരുടെ ഹെഡ് ഓഫീസിലേക്ക് പോകണം, അവരതിൽ അന്വേഷണം നടക്കണം, മടങ്ങി വരണം. മിനിമം 1 month ഇൻവെസ്റ്റിഗേഷൻ ടൈം അതിനകത്ത് ഉണ്ടാകും, ലാഗ് ഉണ്ടാകും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ ആ 1 മാസത്തിനിടയ്ക്ക് എന്താണ് പാമ്പ് ചത്താൽ വാർത്ത പരുന്ന് ചാവുന്നോടം വരെ എന്ന് പറയുന്നത് പോലെ അതിനുള്ളിൽ ഒരു പരുന്ന് ചാവുമെന്നും ഈ പാമ്പ് ചത്ത വാർത്ത മങ്ങിപ്പോകുമെന്നും സർക്കാരിന് അറിയാം. അതുകൊണ്ടാണ് സർക്കാർ ആ പണിയെടുക്കുന്നത്. നോക്കൂ, ഇതിന്റെ അകത്ത് ഒരു സൈബർ യുഗത്തിന്റെ പ്രശ്നമില്ല. MS സൊല്യൂഷൻ ചോദ്യപേപ്പറിൽ വന്നത് 1ാം നമ്പർ ചോദ്യം, 1ാം നമ്പർ ചോദ്യമായി തന്നെ അവർ പറയുന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ, ആ വീഡിയോ ഒരു തെളിവല്ലേ. അത് വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് സർക്കാരിന് കേസെടുക്കാൻ, അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത്? അപ്പോൾ ചില ടെക്നിക്കൽ വാദങ്ങൾ പറഞ്ഞ് അവർ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്നത് ഈ സംഘടനാ നേതാക്കളെ ഭയപ്പെട്ടവരാണ്. അപർണ, ഇതിലൊരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ ഒരു 10 സെക്കൻഡ് കൂടി, ഞാൻ കാണുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ സർക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലേ, ഒരു ഇടതുപക്ഷ സർക്കാരല്ലേ? അവർ പറയുന്ന സോഷ്യലിസം അല്ലേ? എല്ലാ വിദ്യാർത്ഥികൾക്കും, എല്ലാവർക്കും, ആദിവാസിക്കും, അഗതസ്ഥിത വർഗത്തിലുള്ളവനും, കൂലിപ്പണിക്കാരന്റെ മകനും ഒക്കെ വിദ്യാഭ്യാസം ഒരേ രീതിയിൽ ലഭ്യമാക്കണ്ടേ? ഈ MS സൊല്യൂഷൻ 1500 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഒരു മാസം. ശൈലത്തിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ, ലക്ഷങ്ങളാണ്. അതായത് പണമുള്ളവന് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കിട്ടും, അവന് പരീക്ഷ എഴുതാം, അവന് നല്ല മാർക്ക് കിട്ടും, അവന് ഉന്നത വിദ്യാഭ്യാസം കിട്ടും, അവന് ഈ മെറിറ്റ് ബേസിസിലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിൽ റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് എത്തും. ആർക്കാണെന്നറിയാമോ? ഒരു മാസം 1500 രൂപ സബ്സ്ക്രിപ്ഷൻ കൊടുക്കാനുള്ളവൻ. പക്ഷേ കൂലിപ്പണിക്ക് പോയി ദിവസേന 300 രൂപയ്ക്ക് തക്കാളി വിലയും ഈ പറയുന്ന ഉള്ളിവിലയും ഒക്കെ കയറുന്നതിനെ പേടിച്ച് സ്വന്തം വീട്ടിലേക്ക് നാളെ എന്ത് കറി വെക്കാൻ മേടിക്കുമെന്ന് ആലോചിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെന്നേ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപരവൽക്കരിക്കപ്പെടുകയാണ് ഈ സർക്കാർ ഇങ്ങനെ പെരുമാറുമ്പോ. അവരെ മാർജിനലൈസ് ചെയ്യാണ്. അവരുടെ കുട്ടികൾ പഠിക്കണ്ട, നിങ്ങളുടെ കുട്ടികൾ പഠിക്കണ്ട കേട്ടോ. നിങ്ങളുടെ കുട്ടികൾ ഈ പുസ്തകം മുഴുവൻ അരച്ചു കലക്കി പഠിച്ചിട്ട് വാ, ഞങ്ങൾ ചോദ്യം ഇടും, പറ്റുമെങ്കിൽ ആൻസർ ചെയ്തോളൂ. പൈസ ഉള്ള കുട്ടികൾ അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ചോദ്യം കാണാപ്പാടം പഠിച്ചു വന്ന് അവർ മാർക്ക് തരട്ടെ എന്നുള്ള ഒരു നിലപാടാണ്. എന്ത് സോഷ്യലിസമാണ്? SFIക്ക് നാണമില്ലേ? സ്വാതന്ത്ര്യം സോഷ്യലിസം എന്നാണല്ലോ ഇവരുടെ വാക്ക്. ഒരു സോഷ്യലിസവും ഇല്ല എന്ന് മാത്രമല്ല, കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അടിയറവ് വെക്കുകയാണ്. പാവപ്പെട്ടവന്റെ കുട്ടികൾ ഇവിടെ പഠിക്കണ്ട, ആദിവാസിയുടെ കുട്ടി പഠിക്കണ്ട, കൂലിപ്പണിക്കാരന്റെ കുട്ടി പഠിക്കണ്ട, അവര് പഠിക്കണ്ട എന്ന നയമാണ് ഈ സർക്കാർ പുലർത്തി പോരുന്നത്. അതിന് കൃത്യമായി കടിഞ്ഞാണിടാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ കൃത്യമായ സമരവുമായി
ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകൾ KSU, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് ഒക്കെ സമരരംഗത്തുണ്ടാകും എന്നത് മാത്രമാണ് ഓക്കെ, ശരി. പ്രിന്റു മഹാദേവ്, ഇതൊക്കെ സംബന്ധിച്ചാലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അത്രയും സീക്രട്ട് ആയിട്ടുള്ള ചോദ്യപേപ്പർ പോലും ചോർന്ന രാജ്യമാണ്. ഇതിന്റെയൊക്കെ കോക്കസ് ഒരുപക്ഷെ ഈ ലഹരി മാഫിയൊക്കെ പോലെ അങ്ങനെ കിടക്കുന്നത്. ഭരണകൂടങ്ങൾക്ക് വിചാരിച്ചാൽ ഇത് പൂട്ടിക്കെട്ടാൻ കഴിയുന്നതല്ല എന്ന് പോലും വിലയിരുത്തിയാൽ തർക്കമില്ല. ആ തരത്തിലുള്ള ബിസിനസ് നടക്കുന്ന ഒരു വിഷയം. ഈ നീറ്റിന് ഇത് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ എങ്ങനെയാണ് കഴിയുക എന്നുള്ള സ്വാഭാവിക ചോദ്യമുണ്ടല്ലോ. അങ്ങനെ ഒരു പരിഗണന പോലും സ്വാഭാവികമായിട്ട് നിങ്ങൾക്കെങ്കിലും കൊടുക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു പരിഗണന എങ്ങനെയാണ് അപർണ കൊടുക്കാൻ സാധിക്കുക? ഇത് പകൽ പോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കോർപ്പറേറ്റ് ഏജൻസികൾ, പ്രത്യേകിച്ച് സൈലം അടക്കമുള്ള കോർപ്പറേറ്റ് ഏജൻസികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഒരു മേഖലയാണ്. വലിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയൊരു മേഖലയാണ്. ഓൺലൈൻ ട്യൂഷന്റെ ലാഭത്തിന്റെ വലിയ കണക്ക് കണ്ടിട്ടാണ് ഇവർക്ക് ഇതിനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇതിന് ഒത്താശ പാടാനുള്ള എല്ലാ ശ്രമവും സർക്കാർ ചെയ്തു കൊടുക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ഇപ്പൊ നേരത്തെ ഔട്ട്സോഴ്സ് ഏജൻസിയാണ് SSK എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ധാരണ ഇത് പുറത്തുള്ള ആർക്കും കൊടുത്തിട്ട് അവരാണ് ചെയ്യുന്നത്. അതൊന്നുമല്ല. കൃത്യമായിട്ട് KSTA-കാരായിട്ടുള്ള KST നോമിനികളായിട്ടുള്ള അധ്യാപകർ മാത്രമാണ് SSKയിലും SCRT ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ അപർണ പറഞ്ഞ ഔട്ട്സോഴ്സ് ഏജൻസികൾ അങ്ങനെ കൊടുക്കേണ്ട കാര്യം. ഇത് കൃത്യമായി കൊടുക്കുന്നത് ഇടതുപക്ഷത്തിലെ KSTA-കാർക്കാണ്. അതിന് ഇടതുപക്ഷ ആളുകൾ പറയാൻ പറ്റില്ല, KSTA-കാർക്കാണ്. അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ കഴിഞ്ഞ KSTയുടെ സംസ്ഥാന സമ്മേളനം സ്പോൺസർ ചെയ്യുന്നത് സൈലാണ്. നിങ്ങൾ മനസ്സിലാക്കണം. KSTയുടെ സംസ്ഥാന സമ്മേളനം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് സ്പോൺസർ ചെയ്യുന്നത് സൈലമാണ്. അപ്പൊ ഈ സൈലത്തിന്റെ ആളുകളോട് ഈ KSTയുടെയും ഇടതുപക്ഷത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള ഏജൻസികൾ ശ്രമിക്കുന്നത് കേരളത്തിന്റെ പൊതുവിദ്യാലയത്തെ വിൽപ്പന ചരക്കാനാക്കാനാണ്. അവിടെയാണ് വലിയ രീതിയിൽ ഞങ്ങൾ പൊതുവിദ്യാഭ്യാസത്തിന്റെ സംരക്ഷകരാണ്, കേരളത്തിൽ സ്വാതന്ത്ര്യവും സമത്വവും സോഷ്യലിസവും ഒക്കെ ഞങ്ങൾ കൊണ്ടുവരാൻ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കൂടെയാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനങ്ങൾ വഞ്ചിക്കുന്നത്, വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നത്. ഇത് ഇടതുപക്ഷത്തിന്റെ നയമാണ്. അത് SFI പോലും സൈലത്തിന്റെ ആളുകൾ വിലക്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പൊ DOയോ DDയോ DPI തന്നെ വിചാരിച്ചാൽ പോലും ഈ KSTയുടെ അധ്യാപക സംഘടനയിൽപ്പെട്ട ആളുകൾ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു ചെറുവിരൽ അനക്കാൻ ഈ ഉദ്യോഗസ്ഥ ഞാൻ തിരികെത്താം. ഈ അഫ്സൽ, SFI കേന്ദ്ര കമ്മിറ്റി അംഗം നമുക്കൊപ്പം. അഫ്സല്, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വന്നപ്പോൾ ഡൽഹിയിൽ പോലും പ്രതിഷേധം ഉണ്ടാക്കിയ നിങ്ങൾ, SFI നാട്ടിലുണ്ടോ ഇപ്പോ? SFI നാട്ടിലുണ്ടോ എന്ന് അറിയണമെങ്കിൽ SFI നടത്തുന്ന സമര പ്രക്ഷോഭ പരിപാടികളെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും വിദ്യാഭ്യാസ പ്രശ്നങ്ങളും കൂടെ നിങ്ങൾ ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ ആ ചോദ്യത്തെ തികച്ചും ലാഘവത്തോടു കൂടി തള്ളുകയാണ്. ഇവിടെ കുറച്ചധികം വൈകിയാണ് നിങ്ങളുടെ ക്യൂ എത്തിയെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് വൈകി കയറേണ്ടി വന്നത്. ഇവിടെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ എന്താ എനിക്കറിയില്ല. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം 9ാം ക്ലാസ്സിലെയും +1ലെയും ചോദ്യപേപ്പർ ചോർച്ചയെ സംബന്ധിച്ചാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിലെയും ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ആരോപണം ഉയർന്നിരിക്കുന്നു. SFI വിഷയം ഉയർന്നു വന്ന സമയത്ത് തന്നെ, ആ ദിവസം തന്നെ SFIയുടെ നിലപാട് വളരെ കൃത്യമായി വെളിപ്പെടുത്തിയാണ് SFI സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന ഭാരവാഹികൾ പത്രപ്രസ്ഥാനം കൊടുത്താണ്. നിങ്ങളത് വാർത്ത കൊടുത്തത് എനിക്കറിയില്ല. SFI ഇത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ കേരളം ഇന്നേ വരെ നേടിയ വിദ്യാഭ്യാസ മേഖലയുടെ നേട്ടം, ആ മെറിച്ച്, അത് ഉയർത്തിപ്പിടിക്കുന്ന ഇടപെടൽ ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. നല്ല അന്വേഷണം കൊണ്ടുവരണം. അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമല്ല, അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണം. അത് കണ്ടെത്തിയില്ലെങ്കിൽ, അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ, കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് SFI ഇറങ്ങുമെന്ന് SFI അന്നേ ദിവസം തന്നെ പത്രപ്രസ്ഥാനം സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവകരമായ വിഷയമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കാലത്ത്, കഴിഞ്ഞ കാലങ്ങളിൽ UDF സർക്കാർ ഭരിക്കുന്ന കാലത്താണ് ഇത്തരം മോശ അനുഭവങ്ങൾ, SLC ഉൾപ്പെടെയുള്ള പൊതുപരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോരുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് മാഫിയ പ്രവർത്തനം നടത്തുന്ന ഇത്തരം മാഫിയകൾക്ക് ഇടമുണ്ടാകുന്നു, അതിന് ചിലർ കുടപിടിക്കുന്നു എന്നുള്ളത് ഗൗരവകരമായ വിഷയമാണ്. അതിനെ സംബന്ധിച്ച് നല്ല അന്വേഷണം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫലവത്താകുമെന്ന് തന്നെയാണ് SFI കാണുന്നത്. അല്ല, ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടെങ്കിൽ വലിയ സമരത്തിലേക്ക് SFI പോവുകയും ചെയ്യും. അഫ്സല്, SSK എന്ന ഏജൻസി ചോദ്യം തയ്യാറാക്കുന്നു, അവിടെ നിന്ന് ഔട്ട്സോഴ്സ് കൊടുക്കുന്നു, അവിടെ നിന്ന് ചോദ്യപേപ്പർ ചോരുന്നു. SSKയിലുള്ളതെല്ലാം KSTയിലെ ഭാരവാഹികളാണ്. അതായത് ഈ ലിങ്ക് KSTയിലേക്ക് നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും അത് ഇടതുപക്ഷത്തിന് അറിയാത്ത കാര്യങ്ങളല്ല. അത് KST ആണെങ്കിലും SSKയിലും KSTയുടെ സാന്നിധ്യമുണ്ട്. അതായത് ഇടതുപക്ഷ മാഫിയയാണ് ഈ ട്യൂഷൻ സെന്ററിന്റെ പിറകിൽ നിന്നാണ് പറയപ്പെടുന്നത്. ഇനി
സൈലമാണ് KSTയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്പോൺസർഷിപ്പ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നു. MS സൊല്യൂഷന്റെ CEO പഴയ SFIക്കാരനാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ട്. അതായത് ഇടതുപക്ഷവുമായിട്ട് ഇത്ര ബന്ധമുണ്ട് ഈ എല്ലാ തലത്തിലും. അത് ഓൺലൈൻ ട്യൂഷൻ സെന്റർ ആവട്ടെ, ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന ഏജൻസി ആവട്ടെ, അത് ഇതിനകത്ത് ഇടപെടുന്ന KSTA ഭാരവാഹികളാകട്ടെ, അതായത് ഇതൊന്നും അറിയാതെ എവിടെ നോക്കിയോ ഇത് ചോർന്നു പോയി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് ദഹിക്കും എന്നാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട അപർണ, ഇത് എങ്ങനെയൊക്കെയോ ചോർന്നു പോയി എന്നുള്ള വിഷയമല്ലല്ലോ SFI ഉന്നയിച്ചത്. ഇത് വെറുതെ ചോർന്നു പോകാൻ ഇത് വോട്ടുപാത്രത്തിൽ ഒഴിച്ച വെള്ളം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ചോരലല്ല, വെറുതെ ചോറുന്നതല്ല, ചോർത്തുന്നതാണ്. ഇത് മാഫിയ പ്രവർത്തനമാണ്. ഇത് കേരളത്തിൽ വളരെ SFI നടത്തിയ വലിയ സമരങ്ങളുടെയും ഇടതുപക്ഷ സർക്കാരിൻ്റെ തുടർച്ചയായ ഇടപെടലുകളെയും തുടർന്ന് ഇത് ഈ മാഫിയയെ ഇല്ലാതാക്കിയതാണ്. ആ മാഫിയ ഓൺലൈൻ വിദ്യാഭ്യാസം കോവിഡിന് ശേഷം കരുത്താർജിച്ചു വന്ന ഈ കാലത്ത് ട്യൂഷൻ സെന്ററുകൾ, ഓഫ്ലൈൻ ട്യൂഷൻ സെന്ററുകൾ പലതും പൂട്ടിപ്പോയി ഓൺലൈൻ ട്യൂഷൻ സെന്റർ വ്യാപകമായി ആരംഭിച്ച അന്ന് അഫ്സൽ അടക്കമുള്ളവർ ഇത് തന്നെയാണ് പറഞ്ഞത്. എന്തേ ഇല്ലാതാക്കിയത്? 6 മാസം വാലിഡിറ്റി മാത്രം ഉള്ളായിരുന്നോ? നിങ്ങളുടെ ഇല്ലാതാക്കുന്ന ഇൻസ്പെക്ടറിന് 6 മാസത്തെ വാലിഡിറ്റി അനുവദിക്കാൻ അതാണ് ഇത് ഇല്ല. SFI ഒരു നിലപാട് പറയുമ്പോൾ ആ നിലപാടിൽ ഇരട്ടത്താപ്പുണ്ടെന്നാണ് പറയുന്നത്. ശ്രീ അപർണ, ഞാൻ വളരെ വൈകി അരമണിക്കൂറിന് ശേഷമാണ് ചർച്ചയ്ക്ക് വരുന്നത്. എന്റെ കുറവല്ല, നിങ്ങളുടെ ടീം എത്തതിന് ഭാഗമായിട്ട് ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇടപെടുമ്പോൾ നിങ്ങൾ അതൊന്ന് തടയാനുള്ള മാന്യത കാണിക്കണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ 2005 UDF സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് രാജിവെച്ചത്? 2005 SLC ചോദ്യപേപ്പർ ചോടുന്നതിന്റെ ഭാഗമായിട്ട് CBI അന്വേഷണത്തിൽ ശിക്ഷിക്കപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? T മുഹമ്മദ് ബഷീറിന്റെയും നാരായണ സൂപ്പിയുടെയും ഏറ്റവും ഒടുവിൽ അബ്ദുൾ റബ്ബിന്റെയും കാലത്ത് പൊതുപരീക്ഷകൾ എങ്ങനെയാ കേരളത്തിൽ നടന്നത്? അങ്ങനെ നടക്കേണ്ടതല്ല. ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം നല്ല ബോധ്യമുള്ള ആളുകളാണ് SFI. ആ കാലത്ത് വലിയ സമരങ്ങൾ SFI ഉയർത്തിക്കൊണ്ടുവന്ന വലിയ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ UDF സർക്കാർ വിൽക്കാൻ വെച്ച, പൂട്ടാൻ വെച്ച പൊതുവിദ്യാഭ്യാസ മേഖല ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. SFI നടത്തിയ സമരത്തിന്റെയും ഇടതുപക്ഷ സർക്കാരുകൾ തുടർന്ന് നടത്തിയ ഇടപെടലുടെയും ഭാഗമായിട്ടാണെന്നുള്ള നല്ല ബോധ്യമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങളാകെ. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് വലിയ സ്നേഹവും വലിയ അനുകമ്പയും വലിയ താല്പര്യവുമാണ് UDFകാർക്ക് ചാനൽ ചർച്ചയിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഈ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന UDF നേതാക്കന്മാരുടെ മക്കൾ ഉൾപ്പെടെ എവിടെയാണ് പഠിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഇവിടെ സ്നേഹം. ഞാൻ ഒരാളുടെ വ്യക്തിപരമായ കാര്യമല്ല, മൊത്തത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാകും. പൊതുവിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ കാലത്ത് ഒരു മലാപ്പറമ്പ് സ്കൂളുണ്ട്, മലപ്പുറം ജില്ലയിലെ മങ്ങാട്ടുമുറി സ്കൂളുണ്ട്. ഈ മലാപ്പറമ്പ് സ്കൂളും മങ്ങാട്ടുമുറി സ്കൂളും PK അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് പൊളിച്ചു കളഞ്ഞ സ്കൂളാണ് മലാപ്പറമ്പ്, അടച്ചുപൂട്ടിയ സ്കൂളാണ് മങ്ങാട്ടുമുറി. മേഖലയെ ഒരുപോലെ അവകാശപ്പെടാൻ കഴിയില്ല. അതാ നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ പാരിറ്റി കണ്ണാടി നോക്കിയിട്ടാണോ പറയുന്നത്? എനിക്ക് സംശയമുണ്ട്. അല്ലല്ല, ഞാൻ ക്ലിയർ ആയിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ അഫ്സലെ. ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സർക്കാരിനെതിരെ ആരോപണം വരുന്നു. നിങ്ങളുടെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. എന്ത് നടപടി സ്വീകരിച്ചു? നിങ്ങളുടെ ഉദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു? കൃത്യമായി പറയാമോ? അല്ലാതെ വെറുതെ കാടും പടത്തും തല്ലി 75 അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടെ സ്കൂളിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു പോവാതെ നാണമാവുന്നില്ലേ? അങ്ങ് അടിയന്തരാവസ്ഥ കാലത്തല്ല, നിങ്ങൾ ഉമ്മൻചാണ്ടി, നിങ്ങളുടെ പുണ്യാളൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിങ്ങൾ വലിയ ആരാധനയോട് കൊണ്ട് നടക്കുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി എന്തായിരുന്നു? അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്തല്ലേ SLC പരീക്ഷ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി ഇതേ സമാനമായ ആരോപണം വന്നു, അന്വേഷണം നടന്നു, ഒരു നടപടിയും ഉണ്ടായില്ല. അവിടെ പറ 2023 പറഞ്ഞിട്ട് 2024 നമുക്ക് 75 പിന്നെ പോ. നിങ്ങൾ 2023 ആരോപണമാണ് വന്നത്.
ചോദ്യപേപ്പർ ചോർന്നു എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു തെളിവും വന്നിട്ടില്ല. 2024 ഈ ക്രിസ്മസ് പരീക്ഷയുടെ കാലത്താണ് ചോദ്യപേപ്പർ ഈ പറഞ്ഞ പോലെ വ്യാപകമായി ട്യൂഷൻ സെന്ററുകളും കോച്ചിങ് സെന്ററുകളും കൊടുക്കുന്ന ചോദ്യപേപ്പറുകൾ അതിന്റെ ഭാഗമായി വരുന്ന അവിടെ നടത്തുന്ന മാതൃകാ പരീക്ഷകളുടെ ഭാഗമായി വരുന്ന ചോദ്യപേപ്പറുകളുടെ ചോദ്യങ്ങൾ പല സമയത്തും പലയിടങ്ങളിലും നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്. അത് കോയിൻസിഡൻസ് അല്ല, ഇത് ചോദ്യപേപ്പർ ചോർത്തലാണ്. ഇത് കൂടുതൽ ഗൗരവമായ വിഷയമാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വലിയ സമരത്തിലേക്ക് പോകുമെന്ന് SFI പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ UDF-കാരാണ് ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി UDF സർക്കാർ കേരളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കേരളത്തിലെ SLC പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് ആര് ഭരിക്കുന്ന കാലത്താണ്? LDF ഭരിക്കുന്ന കാലത്താണോ? SLC പരീക്ഷയുടെ ഉത്തരം 2 തവണ പ്രസിദ്ധീകരിക്കേണ്ടി വന്നത് ആര് ഭരിക്കുന്ന കാലത്താണ്? UDF ഭരിക്കുന്ന കാലത്താണ്. ഇതിനെതിരെ സമരം ചെയ്തവരാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് കഴിഞ്ഞ 8 കൊല്ലത്തെ SFIയുടെ അനുഭവം, ഈ കേരളത്തിന്റെ അനുഭവം, ഇടതുപക്ഷം പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി 1000 ചെലവഴിക്കുന്ന ഇത്രയും പ്രതിഷേധങ്ങൾ വരുമ്പോൾ അഫ്സല ഞാൻ ചോദിക്കുന്നതാണ്, ഇത് UDF കാലത്തായിരുന്നു ഈ ട്യൂഷൻ സെന്ററുകൾക്കൊക്കെ എന്ത് പറ്റുമായിരുന്നു? ഇത് UDF-ന്റെ കാലത്തായിരുന്നെങ്കിൽ ഈ ട്യൂഷൻ സെന്ററുകൾക്കെതിരെ നിങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമായിരുന്നില്ലേ? സർക്കാരാണ് ഇതിന് പിറകിലെന്ന് പറഞ്ഞ് നിങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമായിരുന്നില്ലേ? ആ ധാർമ്മികതയൊന്നും SFIക്ക് ഇപ്പോഴില്ലേ? അല്ല, ഇതിലൊരു ഇവിടെ നമ്മൾ ഒരു വിഷയത്തെ പരിഗണിക്കേണ്ടത് അധികാരത്തിലിരിക്കുന്ന സർക്കാർ മുൻകാലങ്ങളെടുത്ത സമീപനത്തെ തുടർന്നാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 8 വർഷക്കാലമായി പൊതുവിദ്യാഭ്യാസ മേഖല സ്വീകരിക്കുന്ന സമീപനം പൊതുവിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുന്നതാണ്. ആയിരക്കണക്കിന് അല്ല, അങ്ങനെയല്ല പൊതുവിദ്യാഭ്യാസ എടുത്തില്ലെങ്കിൽ സമരത്തിലേക്ക് SFI ഇറങ്ങും. നമ്മുടെ ഒരു വിഷയത്തെ പരിശോധിക്കേണ്ടത് ഒരു സർക്കാർ എടുക്കുന്ന സമീപനത്തോട് വായിച്ചു നോക്ക്. നടപടിയില്ലെങ്കിൽ സമരത്തിലേക്ക് ഇറങ്ങും. നേരത്തെ ഒരാഴ്ച മുമ്പ് ഈ നിലപാട് പ്രഖ്യാപിച്ചാണ്. ഒരു മിനിറ്റ്, എനിക്കൊരു 10 സെക്കൻഡ് തരണം. ഈ അഫ്സലുണ്ടല്ലോ വളരെ ആധികാരികമായി മടയത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം അഫ്സലെ, അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ നിലവിലെ ആരോപണമാണ് ഉള്ളത് എന്ന് അല്ല. കാര്യം ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർന്നെന്ന് പറഞ്ഞ് നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണത്തിൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥൻ കൊടുവള്ളി DO അത് ചോർത്തപ്പെട്ടു എന്നത് ആധികാരികമായി ശരിയാണ്. അങ്ങ് പറയുന്ന പോലെ ആധികാരികമായി മണ്ടത്തരമല്ല, ആധികാരികമായി ശരിയാണ് എന്ന് രേഖപ്പെടുത്തി. അതിൽ ഈ പറയുന്ന MS ഓഫീസിന് പങ്കുണ്ട്, അവിഹിതമായ പങ്കുണ്ട് എന്നുള്ള റിപ്പോർട്ട് നിങ്ങളുടെ ആർക്ക് കൊടുത്തു? വിദ്യാഭ്യാസ വകുപ്പിന് കൊടുത്തു. നിങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പ് അടയിരുന്നു. SFI എവിടെയാ? മസനഗുഡി വഴി ഊട്ടിക്ക് പോയോ? ഓണപരീക്ഷ കാലത്ത് ചോർത്തപ്പെട്ടു എന്ന് ആധികാരികമായി പറയുന്ന അഡ്വക്കേറ്റ് വസന്ത് അദ്ദേഹം റിപ്പോർട്ടിന്റെ കോപ്പി ഒന്ന് കാണിച്ചു തരും. ആധികാരികമായി പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് അതിന്റെ കോപ്പി ഒന്ന് കാണിച്ചു തരുമോ? അതിന്റെ കോപ്പി ഒന്ന് കാണിച്ചു തരുമോ? ആധികാരികമായി മണ്ടത്തരം പറയുന്ന അഡ്വക്കേറ്റ് വസന്ത് അതിന്റെ കോപ്പി ഒന്ന് കാണിച്ചു തരുമോ? എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഒരു കാര്യം. എന്റെ ചോദ്യം അഡ്വക്കേറ്റ് വസന്തിന്റെ ചെവിയിൽ എത്തുന്നില്ലേ? നിങ്ങൾ പറയുന്ന ആധികാരികമായ മണ്ടത്തരത്തിന്റെ തെളിവ് റിപ്പോർട്ട് ഒന്ന് കാണിച്ചു തരുമോ? നാളെ നിങ്ങൾ സെക്രട്ടറിയേറ്റ് മാർച്ച് വെക്കുക. ഞങ്ങളും പിന്തുണ നൽകാം. KSUവിന്റെ പരിപൂർണ്ണ പിന്തുണ. നാളെ SFI ഒരു സെക്രട്ടറിയേറ്റ് മാർച്ച് നടത്ത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബ്ദുൾ റബ്ബും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രാജിവെക്കണം എന്ന് പറഞ്ഞൊരു ഇത് നടത്ത്. നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിൽക്കുകയാണ്. ഇതുവരെ ബസ് കിട്ടിയില്ലേ? മടങ്ങി വരൂ മക്കളെ, മടങ്ങി വരൂ SFI. നിങ്ങളോട് ഞങ്ങൾക്ക് അതാ പറയാനുള്ളത്. എന്താണ് വെറുതെ കാട് പടത്തും തല്ലിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ സംഘടനാ നേതാക്കൾക്ക് വീട്ടിലേക്ക് ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, ഈ പറയുന്ന ഫാൻ ഇതെല്ലാം കൊണ്ട് സ്പോൺസർ ചെയ്ത് ആരാണെന്ന് അറിയാമോ? നിങ്ങളുടെ സംഘടനാ നേതാക്കൾക്ക് വണ്ടികൾ യാത്ര ചെയ്യാൻ പെട്രോൾ അടിക്കാൻ പൈസ കൊടുക്കുന്ന ആരാണെന്ന് അറിയാമോ? അതൊക്കെ സൈലത്തിന്റെയും MS ഓഫീസിന്റെ ഓഫീസിൽ നിന്നാണ്.
അവിടെ നിന്ന് മാസപ്പടി പോലെ ഈ അവർ നക്കാപ്പിച്ച കാശ് പറ്റിയിട്ട് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ പ്രതിനിധിയുടെ മക്കൾ പഠിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പഠിക്കുന്നത് എവിടെയാണെന്ന് പറയോ? ഒന്ന് പറയോ? ഇല്ല, പൊതുവിദ്യാഭ്യാസ മേഖലയുള്ള സ്നേഹം കാണിക്കുമ്പോൾ അത് പറയണേ. ഈ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? നിങ്ങളുടെ പിണറായി മന്ത്രിസഭയിലെ ചോദ്യം അഫ്സലെ, നിങ്ങളുടെ പിണറായി മന്ത്രിസഭയിലെ 3 മന്ത്രിമാർ MP രാജേഷ്, മുഹമ്മദ് റിയാസ്, P രാജീവ്, ഇവരുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? നിങ്ങളിപ്പോ ഇങ്ങനെ വാദോരാതെ UDF-ന്റെ ആളുകളെ BJP ആളുകളൊക്കെ നന്നാക്കാൻ നടക്കുന്നുള്ളൂ. ഞാൻ ആധികാരികമായി പറയുന്നു, നിങ്ങളുടെ ഈ 3 മന്ത്രിമാരുടെയും മക്കൾ പഠിക്കുന്നത് ഏത് വിദ്യാലയത്തിലാണ്? നിങ്ങൾ അത് പഠിക്കുക. നിങ്ങൾ അവരാദ്യം പൊതുവിദ്യാലയത്തിൽ എന്നിട്ട് പറയുന്നത് ഈ പറയുന്ന വലിയ സംരക്ഷണം. 8 വർഷം 1 ലക്ഷം കുട്ടികളുടെ കുറവാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. 246ഓളം ഗവൺമെന്റ് സ്കൂളുകൾ പൂട്ടിപ്പോയി. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് അധ്യാപകർക്ക് ഇന്ന് ശമ്പളമില്ലാതെ 10,000-കണക്കിന് അധ്യാപകരുടെ ഞാൻ പറഞ്ഞത് എന്റെ ആധികാരികമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ചർച്ചക്ക് വരുമ്പോ ആ മേഖലയോട് സ്നേഹം ഉണ്ടാവണല്ലോ. ഈ പറയുന്ന ആളുടെ മക്കളോടെ പഠിക്കുന്നു. ഒന്ന് പറയട്ടെ. എന്റെ മക്കൾ എനിക്ക് പറയാൻ എന്റെ മകൾ പഠിക്കുന്നത് എയ്ഡഡ് സ്ഥാപനത്തിലാണ്. എനിക്ക് പറയാൻ സാധിക്കും, എന്റെ മകൾ പഠിക്കുന്നത് എയ്ഡഡ് സ്ഥാപനത്തിലാണ്. ഞാനൊരു എയ്ഡഡ് സ്കൂൾ അധ്യാപകനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയട്ടെ. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഒരു ചെറിയ ഇടവേള. എനിക്ക് ഷാജർ ഖാനിൽ കൂടെ പോകണം. ഒരു ചെറിയ ഇടവേള. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്കൊരു അവസരം തരണം. ശ്രീ എം ഷാജിർ ഖാൻ, സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കണം എന്നുള്ളൊരു ധാർമ്മികതയുള്ളതുകൊണ്ട് SFIക്ക് ഞങ്ങൾ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നൊക്കെ പറയാൻ കഴിയുള്ളൂ. പക്ഷേ അതല്ല ഇതിന്റെ ഒരു പരിഹാരം. ആ തരത്തിൽ SFIയെ മുന്നിൽ നിർത്തിക്കൊണ്ട് CPM-നാണെങ്കിലും CPM അധ്യാപക സംഘടനയ്ക്കാണെങ്കിലും സർക്കാരിനും ഒക്കെ ആണെങ്കിലും അങ്ങനെ ഒരു പ്രതിരോധമൊന്നും തീർക്കാൻ കഴിയില്ല. ശ്രീ എം ഷാജിർ ഖാൻ, ഈ SFI നേതാക്കൾ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന സമ്പ്രദായം തുടരുകയാണ്. മുട്ടാപ്പോക്ക് പറയുക എന്നുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം എന്താണ്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നിലവാര തകർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഴുത്തും വായന അറിയാത്ത കുട്ടികൾ, ഓൾ പ്രൊമോഷൻ, 1-ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി പഠിച്ചാലും ഇല്ലെങ്കിലും 10-ാം ക്ലാസ്സിൽ കഴിഞ്ഞു പോകും എന്ന് പറയുന്ന സമ്പ്രദായം. അപ്പോൾ ആ സാഹചര്യത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ചുറ്റുപാടിലാണ് നമ്മൾ ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന പ്രശ്നം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ചോദ്യപേപ്പർ ചോരുന്നു? അഫ്സൽ തന്നെ പറഞ്ഞു, ചോരുന്നതല്ല ചോർത്തി കൊടുക്കുന്നതാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ആരാണ് ചോർത്തി കൊടുക്കുന്നത്? ചോദ്യം ചോർത്തി കൊടുക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും ഈ പറയുന്ന ഏജൻസിയുമാണ്, അഥവാ ചുമതലപ്പെട്ട അധ്യാപക സംഘടനാ നേതാക്കളാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരായി ആക്ഷൻ എടുക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അത് ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല. കാരണം അവർ കുറ്റകൃത്യത്തോടൊപ്പം പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നിലവാര തകർച്ചയ്ക്ക് കാരണക്കാരായിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്. ഞാൻ ചോദിക്കട്ടെ, SFIയുടെ നിലപാട് എന്താണ് ഈ ഓൾ പ്രൊമോഷനെ സംബന്ധിച്ച്? കുട്ടികളെ പാദവാർഷിക പരീക്ഷയും അർദ്ധവാർഷിക പരീക്ഷയും വാർഷിക പരീക്ഷയും നടത്തി അതിനെ അടിസ്ഥാനപ്പെടുത്തി ജയം പരാജയം തീരുമാനിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു. കേരള മോഡൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പാസ് ഫെയിൽ സിസ്റ്റം. ആ സമ്പ്രദായത്തെ അവർ എടുത്തു കളഞ്ഞിട്ട് ഓൾ പ്രൊമോഷൻ കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവരും പാസ്സാക്കുക, പഠിക്കണോ വേണ്ടോ അല്ലെങ്കിൽ നിലവാരം പരിശോധിക്കുകയോ വേണ്ടോ എന്നുള്ള കാര്യം പ്രധാനമല്ലാതാക്കി. അപ്പോൾ അതല്ലേ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാര തകർച്ച? അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കാൻ വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒരു നീക്കമല്ലേ ഈ പറയുന്ന ചോദ്യപേപ്പർ ചോർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ? ശരിയാണ്, ഈ പറയുന്ന MS സൊല്യൂഷൻസിനോ ശൈലത്തിനോ ഒക്കെ തന്നെ അവർക്ക് അവരുടേതായ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്, അവർക്ക് ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ആ ബിസിനസ് താല്പര്യങ്ങളുമായി കൈകോർക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ ആളുകൾ ആരാണ്? ആ ആളുകൾ ഈ പറയുന്ന നേതാക്കന്മാർ, ഈ പറയുന്ന ഭരണപക്ഷ അനുകൂല സംഘടനാ നേതാക്കന്മാർ. അപ്പോൾ അവരുടെ ആ സംഘടനകളുടെ നിലപാടെന്താണ്? SFI ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ KST ഉൾപ്പെടെയുള്ള അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാടെന്താണ്? മറുപടി ചുരുക്കി നമുക്ക് അവസാനിപ്പിക്കാം. അതിനുള്ള മറുപടി സമയമില്ലാത്തതുകൊണ്ട്. ഓക്കെ, അല്ല, ഇവിടെ KSTയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ മറുപടി KSTക്കാരെ കൊണ്ടുവരണം. ഞാൻ SFI പ്രതിനിധിയാണല്ലോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു. ഈ ചോർന്നത് നമ്മുടെ വലതുപക്ഷ സംവിധാനമാണ്, മുതലാളിത്ത സംവിധാനമാണ്. ഇതിനകത്ത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. ആ പ്രശ്നത്തെ എങ്ങനെയാണ് ഒരു സർക്കാർ അഡ്രസ്സ് ചെയ്യുന്നത്? അതാണ് പ്രശ്നം.
ഈ വിഷയം ഉയർന്നു വന്നതോടെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തി. മാധ്യമങ്ങളോട് എടുത്ത സമീപനം വളരെ കൃത്യമായി വിശദീകരിച്ചു. 2 തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, മറ്റൊന്ന് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കുന്നു, DPI അന്വേഷിക്കുന്നു. ഈ അന്വേഷണം പ്രഖ്യാപിച്ച് 6 ദിവസമേ ആയുള്ളൂ. നിങ്ങൾ 1 മാസമോ 2 മാസമോ 3 മാസമോ കഴിഞ്ഞ് നടത്തേണ്ട ചർച്ചയാണ് 6 ദിവസം കൊണ്ട് നടത്തുന്നത്. SFIക്ക് കഴിഞ്ഞ 8 വർഷക്കാലത്തെ ഇടതുപക്ഷ ഇത്രയും ക്ഷമയൊക്കെ SFIക്ക് ഉണ്ടല്ലേ? ഇത്രയും സഹിഷ്ണുത ക്ഷമയൊക്കെ SFIക്ക് ഉണ്ട്. അത് അത്ഭുതം. ശരി, ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യുന്ന നല്ല വിശ്വാസത്തിലുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെ രാഷ്ട്രീയമായി എതിർക്കുന്നവരല്ല. സമയപരിമിതി കൊണ്ടാണ് അഫ്സൽ നേരത്തെ വന്ന് ഇടതുപക്ഷ നയങ്ങളെന്ന് വ്യതിചലിക്കുമെന്ന് കാണുമ്പോൾ സമരത്തിലേക്ക് SFI ഇറങ്ങും. ഏതായാലും ട്യൂഷൻ സെന്ററുകളുടെ കാര്യം വിട്ടേക്ക്. പക്ഷേ കപ്പലിലില്ലാതെ ഈ ഒരു ചോദ്യ പേപ്പറും ചോരില്ല. നടപടി എടുക്കേണ്ട ഇതിനകത്തുള്ള ആൾക്കാർക്കാണ്. കണ്ടുപിടിക്കാതെ നടപടിയെടുക്കാതെ ഈ മെല്ലെപ്പൊക്ക് നയമൊന്നും SFI പറയുന്ന പോലുള്ള മെല്ലെപ്പൊക്ക് നയം കൊണ്ടൊന്നും നടപടി ഉണ്ടാവുകയില്ല. പ്രതിഷേധം പക്ഷേ എത്ര കാലത്തേക്ക് തുടരാൻ കഴിയും പ്രതിപക്ഷത്തിന് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതിലേക്ക് ഇനി വസന്തയിലേക്ക് കടക്കാനും കഴിഞ്ഞില്ല. സമയപരിമിതി കൊണ്ട് മാത്രം പൂർണ്ണമാകുന്നു. ദയവായി ക്ഷമിക്കുക പാനലിസ്റ്റ്, എനിക്കറിയാം സമയമില്ലാത്തതുകൊണ്ടാണ്. എം ഷാജിർ ഖാൻ, അഫ്സൽ, വസന്ത് തെങ്കുംപള്ളി, പ്രിൻറ്റു മഹാദേവ്, വളരെയധികം നന്ദി. പൂർണ്ണമാകുന്നു ചർച്ച. നമസ്കാരം. അമിത്ഷാ